വന്യമൃഗശല്യമുണ്ടാകുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ നിത്യസംഭവമാണ്. എന്നാൽ വയനാട്ടിൽ തർക്കങ്ങൾക്ക് വിട നൽകി വനാതിർത്തിയിൽ ജനകീയ വൈദ്യുതി വേലിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പുൽപ്പള്ളി ചെതലയം റേഞ്ചിനു കീഴിലെ നെയ്ക്കുപ്പയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ഒരു മനസ്സായി പ്രവർത്തിക്കുന്ന ഒരു നല്ല കാഴ്ച കാണാം. നെയ്ക്കുപ്പ എപ്പോഴും ഈ നാടിന്റെ പേര് കേൾക്കുന്നത് കാടിറങ്ങിയെത്തുന്ന വന്യമൃഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. കാട്ടാനയാണ് ഇവിടെ വലിയ കുഴപ്പം. എപ്പോഴും തർക്കങ്ങളിലേക്ക് ആനകളുടെ കാടിറക്കം നയിക്കപ്പെടാറുണ്ട്. എന്നാൽ ചെതലയം റേഞ്ച് ഓഫീസറായി ആർ രാജീവ് കുമാർ ചുമതലയേറ്റ ശേഷം വനം വകുപ്പും നാട്ടുകാരും തമ്മിലുള്ള അകലം കുറഞ്ഞു. നെയ്ക്കുപ്പയിലേക്ക് വന്യമൃഗങ്ങളുടെ വരവിന് കാരണം കാടതിർത്തിയിൽ കൽമതിലുകൾക്കിടയിലെ 4.5 കിലോമീറ്റർ വിടവാണ് എന്ന് ബോധ്യപ്പെട്ടതോടെ ജനകീയ പങ്കാളിത്തത്താൽ താൽക്കാലിക വൈദ്യുതി തൂക്കുവേലിയുടെ നിർമ്മാണം തുടങ്ങി. ആദ്യഘട്ടം വിജയം കണ്ടതോടെ രണ്ടാം ഘട്ടം ഇപ്പോൾ അവസാന ലാപ്പിൽ. ആദ്യഘട്ടമായിട്ട് നമ്മൾ കക്കോടം ബ്ലോക്ക് മുതൽ മണൽവയൽ വരെ 1.5 കിലോമീറ്ററിൽ നമ്മൾ ഈ താൽക്കാലിക തൂക്കുവേലി നിർമ്മിച്ചു. ഒരു മാസമായി ഇപ്പോൾ അവിടെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് പൂർണ്ണമായും സക്സസ് ആണെന്ന് മനസ്സിലായതിനു ശേഷം 1 കിലോമീറ്റർ കൂടി നിർമ്മിച്ചു. അപ്പോൾ 2.5 കിലോമീറ്റർ നേരത്തെ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഈ 2 കിലോമീറ്ററിൻ്റെ പണികളാണ് നടന്നു വരുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് 40ഓളം പേരാണ് വൈദ്യുതി വേലി നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അത് വളരെ ലോജിക്കലാണെന്ന് ഈ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ടൊരു ഫലമുണ്ടാകും എന്ന് ബോധ്യമായതേ തുടർന്ന് ആണ് ആളുകളെല്ലാവരും ഇതിനോട് സഹകരിക്കുന്നത്. കേരളത്തിൽ വനം വകുപ്പ് നടപ്പാക്കി വരുന്ന മിഷൻ ഫെൻസിംഗ് പദ്ധതിയുടെ ഏറ്റവും നല്ല മാതൃക ഇവിടെ കാണാം. ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് കൂടി പൂർത്തിയായാൽ ഒരു പരിധിവരെ ഈ മേഖലയിലെ വന്യമൃഗശല്യത്തിന് അറുതിയാകുമെന്നാണ് പ്രതീക്ഷ. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് മൂലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നെയ്ക്കുപ്പയിൽ ജനകീയ പങ്കാളിത്തത്തോടെ വനംവകുപ്പിന്റെ സഹകരണത്താൽ ഇവിടെ ഒരു വൈദ്യുതി വേലി ഉയരുകയാണ്. ഒരു നല്ല കാര്യം. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.